മലയാളികളുടെ പ്രിയതാരം ദുൽഖർ സൽമാൻ നായകനാകുന്ന പുതിയ മലയാളം ചിത്രം തിയേറ്ററുകളിലെത്തുന്ന തീയതി പ്രഖ്യാപിച്ചു. 3 വർഷത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ദുൽഖർ മലയാളത്തിലേക്ക് തിരിച്ചെത്തുന്ന ഐ ആം ഗെയിം ഓഗസ്റ്റ് 20-ന് ആഗോളതലത്തിൽ റിലീസ് ചെയ്യും. RDX എന്ന കന്നി ചിത്രത്തിലൂടെ തരംഗം സൃഷ്ടിച്ച നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം ഓണം റിലീസായാണ് പ്രേക്ഷകരിലേക്കെത്തുന്നത്. കഴിഞ്ഞ മാസമാണ് ചിത്രത്തിന്റെ പാക്കപ്പ് കഴിഞ്ഞത്. വൻ ബജറ്റിൽ ഒരുങ്ങുന്ന ഈ ആക്ഷൻ ത്രില്ലർ ചിത്രം ദുൽഖർ സൽമാന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ പ്രോജക്റ്റുകളിൽ ഒന്നാണ്. ദുൽഖറിന്റെ കരിയറിലെ 40-ാം ചിത്രം എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. സ്റ്റൈലിഷ് മാസ് ലുക്കിലാണ് താരം ചിത്രത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. വേഫെയറർ ഫിലിംസിന്റെ ബാനറിൽ ദുൽഖർ സൽമാനും ജോം വർഗീസും ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് സജീർ ബാബർ, ഇസ്മായിൽ അബൂബക്കർ, ബിലാൽ മൊയ്തു എന്നിവർ ചേർന്നാണ്. RDX ചിത്രത്തിന്റെ തിരക്കഥാകൃത്തുക്കളായ ആദർശ് സുകുമാരനും ഷഹബാസ് റഷീദുമാണ് ഈ ചിത്രത്തിന്റെയും സംഭാഷണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഏകദേശം 1.5 മാസങ്ങളിലായി 156 ദിവസത്തോളം നീണ്ടുനിന്ന വമ്പൻ ഷെഡ്യൂളുകളിലാണ് സിനിമ പൂർത്തിയായത്. തെന്നിന്ത്യയിലെ 100-ലധികം ലൊക്കേഷനുകളിലാണ് ചിത്രീകരണം നടന്നത്. ദുൽഖറിന്റെ കരിയറിലെ മാത്രമല്ല, മലയാള സിനിമയിലെ തന്നെ ഏറ്റവും വലിയ ചിത്രങ്ങളിൽ ഒന്നായി മാറുന്ന ഐ ആം ഗെയിം മലയാളത്തിലെ ചരിത്ര റിലീസുകളിൽ ഒന്നാക്കാനാണ് അണിയറക്കാരുടെ ശ്രമം. മലയാളം, തമിഴ്, തെലുങ്കു, ഹിന്ദി, കന്നഡ എന്നീ 5 ഭാഷകളിൽ പാൻ ഇന്ത്യൻ റിലീസായാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുക. ആന്റണി വർഗീസ്, തമിഴ് നടനും സംവിധായകനുമായ മിഷ്കിൻ, കയാതു ലോഹർ, കഥിർ, പാർത്ഥ് തിവാരി, തമിഴ് നായികാതാരം സംയുക്ത വിശ്വനാഥൻ തുടങ്ങിയ വലിയൊരു താരനിര തന്നെ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. ജേക്സ് ബിജോയിയാണ് ചിത്രത്തിന് സംഗീതം നൽകുന്നത്. തെന്നിന്ത്യയിലെ പ്രശസ്ത ആക്ഷൻ കൊറിയോഗ്രാഫർമാരായ അൻപറിവ് മാസ്റ്റേഴ്സാണ് ചിത്രത്തിലെ സംഘട്ടന രംഗങ്ങൾ ഒരുക്കുന്നത്. ജിംഷി ഖാലിദ് ഛായാഗ്രഹണവും ചമൻ ചാക്കോ എഡിറ്റിംഗും നിർവഹിക്കുന്നു. ചിത്രത്തിന്റേതായി നേരത്തെ പുറത്തുവന്ന ഫസ്റ്റ് ലുക്ക്, സെക്കൻഡ് ലുക്ക് പോസ്റ്ററുകൾ സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗം സൃഷ്ടിച്ചിരുന്നു.